എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ആയി ചോദിച്ച റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ റൂൾസ് ഇല്ലാതെ, ഫോർമാറ്റ് ഇല്ലാതെ, ജേണൽ എൻട്രി ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് ഉൾപ്പെടുത്തിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലെ അക്കൗണ്ടൻസി 2025 എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് കാണാം. അത് നോക്കിയിട്ട് അത് രണ്ടും പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഈ വർഷവും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് റിയലൈസേഷൻ അക്കൗണ്ടും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും, ബാങ്ക് അക്കൗണ്ടും. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിരുന്ന 8 മാർക്കിൻ്റെ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഞാൻ ചെയ്യുന്നതിനോടൊപ്പം എന്നിട്ട് ചെയ്തു പോകേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ബുക്ക് വാല്യൂവിൽ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ആദ്യം തന്നെ എടുത്ത് എഴുതണം. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡിൽ ഒഴിവാക്കേണ്ട ഐറ്റംസ് കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും പറഞ്ഞായിരുന്നു. ക്യാഷ്, ബാങ്കോ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ബാക്കിയുള്ള അസറ്റ്സിനെ മാത്രമാണ് നമ്മൾ ബുക്ക് വാല്യൂവിൽ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്, പ്ലാന്റ്, സ്റ്റോക്ക്, ഫർണിച്ചർ. അപ്പോൾ ഇത് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡ്, അതായത് അസറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എളുപ്പത്തിന് ഇതൊരു ക്രെഡിറ്റ് സൈഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണല്ലോ. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഡെപ്റ്റേഴ്സ് 12,000, പ്ലാന്റ് 47,000, സ്റ്റോക്ക്, ഫർണിച്ചർ 25,000. ക്ലിയർ ആയില്ല? അപ്പോൾ ഇവിടെ ഈ അസറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ഐറ്റംസിനെ മാറ്റി, ക്യാഷിനെ മാറ്റി, ബാക്കിയുള്ള എല്ലാ അസറ്റ്സിനെയും നമ്മൾ അതേ എമൗണ്ട് എടുത്തിട്ട് ഡെബിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഏതാ? ലയബിലിറ്റി സൈഡിൽ 2 ഐറ്റംസ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? റിസർവും ക്യാപിറ്റലും. ആ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ അത് പറഞ്ഞു വെക്കുന്നതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം. ഇവിടെ നമ്മളപ്പോൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? റിസർവും ക്യാപിറ്റലും. ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് 27,000, ബാങ്ക് 40,000. അപ്പോൾ ഈ 2 ഐറ്റത്തിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബുക്ക് വാല്യൂവിൽ എടുത്ത് എഴുതണം. അപ്പോൾ ഇതൊരു ഡെബിറ്റ് സൈഡ് എന്ന് വിചാരിച്ചാൽ നമ്മൾ റിയലൈസേഷൻ്റെ എവിടേക്ക് എഴുതണം? ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. നമ്മളിവിടെ എഴുതി ക്രെഡിറ്റേഴ്സ് 27,000, ബാങ്ക് ലോൺ 40,000. അത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ടുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ 4 അസറ്റ്സുകൾ എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയലൈസ് ചെയ്തായിട്ട് കാണിക്കണം. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ടുകളാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ ആ അസറ്റ്സിൻ്റെ പേര് എഴുതാൻ പാടില്ല, ബാങ്കിൽ നിന്ന് എഴുതണം. അതിനുശേഷം ഈ 4 അസറ്റ്സിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ ആദ്യത്തെ ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്രയാണ് പറയണതെന്ന് നോക്കാം. ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 10,500 ആണ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് 10,500 എഴുതി. അടുത്ത ഐറ്റം ഏതാ? പ്ലാന്റിന് എത്രയാണ് തന്നേക്കുന്നത്? 48,000. സ്റ്റോക്ക് 40,500, 22,500 ഫർണിച്ചർ. അപ്പോൾ ഈ 4 എമൗണ്ടുകളാണ് ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്ത് കാണിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയാണ്, ബുക്ക് വാല്യൂവിൽ എഴുതിയ ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എമൗണ്ടുകൾ ബാങ്ക് എന്നും പറഞ്ഞാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലയബിലിറ്റീസിനെയും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്ക് എന്ന് കൊടുക്കുക. ക്രെഡിറ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ട് 25,500 തന്നിട്ടുണ്ട്. ബാങ്ക് ലോണിന് ഒരു എമൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും പറയണില്ല. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് തന്നെ എടുത്ത് എൻ്റർ ചെയ്യണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്ക് റിയലൈസ് ചെയ്ത് എഴുതുമ്പോൾ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ട് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൂ, ബാങ്ക് ലോൺ അഡ്ജസ്റ്റ്മെൻറ്റിലില്ല. അപ്പോൾ നമ്മളിത് എഴുതാതിരിക്കരുത്, ഈ എമൗണ്ട് തന്നെ എടുത്ത് ഇവിടെ എഴുതേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ 4 ഐറ്റവും നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എഴുതി. ഇനിയിപ്പോൾ ഫർണിച്ചർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫർണിച്ചറിൻ്റെ എമൗണ്ട് എടുത്താണ് ഇതിൻ്റെ കൂടെ എഴുതേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇനി വേറെ എന്തെങ്കിലും എഴുതാണ്ടോ എന്ന് നോക്കണം. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇത് റിയലൈസ് ചെയ്തത് എഴുതി, ക്രെഡിറ്റേഴ്സ് നമ്മൾ എഴുതി. ഇനി എഴുതാനുള്ളത് ഏതാ? റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് എഴുതേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, റിയലൈസേഷൻ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്നും പറഞ്ഞാണ് ആ എമൗണ്ട് കാണിക്കേണ്ടത്.
നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് 2500. ഇനി അഥവാ ഈ റിയലൈസേഷൻ എക്സ്പെൻസ് ഏതെങ്കിലും ഇപ്പോൾ അലക്സ് ഫെലിക്സ് എന്ന് പറഞ്ഞൊരു പാർട്ണർ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ പാർട്ണറിൻ്റെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ അലക്സ് ക്യാപിറ്റലിന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് എഴുതണം. പക്ഷെ ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നും തന്നെ പറയണില്ല. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന് എഴുതിയിട്ട് 2500 എൻ്റർ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ. അതിനുശേഷം ഈ സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വന്നത്. ക്രെഡിറ്റ് സൈഡ് ഈ 3 എമൗണ്ട് ഈ 1,94,000 മൈനസ് ചെയ്യുമ്പോൾ 5,500 കിട്ടും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ റേഷ്യോ ഒന്നും തന്നെ തരുന്നില്ല. ഇപ്പോൾ റേഷ്യോ 3:2 2:3 ഒന്നും പറയണില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലോസിനെ, ഈ 5,500 ലോസിനെ ഈക്വലായിട്ടാണ് രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. 1:1 അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി രണ്ടുപേർക്ക് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഈക്വലായിട്ടാണ് നമ്മളിവിടെ ഷെയർ ചെയ്യേണ്ടത്. റേഷ്യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിയലൈസേഷൻ അക്കൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ചെയ്യാൻ സാധിക്കും. കാരണം ഇതുമായി കണക്റ്റഡ് ആയിട്ട് 1-2 ഐറ്റം മാത്രം ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ആ പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് എഴുതണം. ഇത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിലുണ്ട് അവരുടെ ക്യാപിറ്റൽ 60,000-ഉം 60,000-ഉം. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് തന്നെ റിസർവ് ഫണ്ട് എഴുതാണ്ട് റിസർവ് ഫണ്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം രണ്ടുപേർക്ക്. അപ്പം രണ്ടുപേർക്ക് റിസർവ് ഈക്വലായിട്ട് 10,000 ക്വസ്റ്റ്യന് തന്നേക്കണം. അപ്പം ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. റേഷ്യോ വേറെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് തൊട്ടു മുമ്പത്തെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമുക്കൊരു ക്യാപിറ്റൽ ലോസ് കിട്ടിയിട്ടുണ്ട് റിയലൈസേഷന്. ആ ലോസിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയലൈസേഷൻ എന്നും പറഞ്ഞ് 2,750-ഉം 2,750-ഉം എൻ്റർ ചെയ്യണം. ഇത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലും പഠിച്ചേക്കുന്നതാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡിലേക്ക് എൻ്റർ ചെയ്യണം, ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്തും പറഞ്ഞ് എഴുതേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ 2,750 എഴുതണം. ഇനി നമുക്കൊന്നും തന്നെ വേറെ എഴുതാനില്ല. നമ്മൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുക, മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഈ ബാങ്ക് എന്നും പറഞ്ഞ് എഴുതേണ്ടത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി വെക്കരുത്. ബാങ്ക് എന്നാണ് നമ്മൾ ബാലൻസിന് എഴുതേണ്ടത്. ഇവിടെ കൂട്ടുമ്പോൾ 65,000, ഇവിടെ കൂട്ടുമ്പോൾ 65,000. ഈ 65,000-ൽ നിന്ന് ഈ 2,750 മൈനസ് ചെയ്യുമ്പോൾ 62,250 കിട്ടും. അതുപോലെ തന്നെയാണ് ഫെലിക്സിനും വരുന്നത്. ആ ബാലൻസിന് നമ്മൾ ഒരു കാരണവശാലും ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാൻ പാടില്ല. എന്താണ് എഴുതേണ്ടത്? ബാങ്ക്. ഇത് തെറ്റിക്കരുത്. പല കുട്ടികളും ആവർത്തിച്ച് തെറ്റിക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് എന്നാണ് ബാലൻസിനെ എഴുതേണ്ടത്. ക്ലിയർ ആയോ ക്യാപിറ്റൽ അക്കൗണ്ട്? ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പം ബാങ്ക് അക്കൗണ്ട് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. ആകപ്പാട ബാലൻസ് ഷീറ്റിൽ നിന്ന് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഒരു ബാങ്ക് എന്നും പറഞ്ഞ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നും പറഞ്ഞൊരു എമൗണ്ട് ഇല്ലേ 71,000, അത് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 71,000 കൊടുക്കാം. അതായത് ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബാങ്കിൻ്റെ ബാലൻസ് എടുത്ത് എഴുതണം. അത് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടാവും 71,000. ബാക്കിയെല്ലാം നമുക്ക് മുകളിലെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എളുപ്പത്തിൽ എഴുതാം. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം ഈ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാങ്ക് എന്ന് എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ ഒരു ബാങ്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബാങ്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബാങ്ക് വന്നിട്ടുണ്ട്. 3 ബാങ്ക് അല്ലേ ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഈ ബാങ്കിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇപ്പോൾ ഇതൊരു ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ഡെബിറ്റ് സൈഡിലേക്ക് റിയലൈസേഷൻ എന്ന് കൊടുക്കണം. ബാങ്കിൻ്റെ ഉള്ളിൽ ബാങ്ക് എഴുതാൻ പാടില്ല. ആ ബാങ്ക് നമ്മൾ എവിടെ നിന്ന് എടുത്ത് എഴുതിയത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നല്ല എടുത്ത് എഴുതിയത്. എമൗണ്ട് എത്രയാണ്? 1,21,500. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നാണ് ഈ ബാങ്ക് നമ്മൾ എടുത്ത് എഴുതണത്. അപ്പോൾ നമ്മൾ ഈ ബാങ്കിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എഴുതിയേക്കണത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് എൻ്റർ ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതിയേക്കുന്നത് റിയലൈസേഷൻ 1,21,500.
ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ സൈഡിൽ വേറെ ബാങ്കും ഒന്നും പറയണില്ല, ബാങ്ക് ലോൺ എഴുതാൻ പാടില്ല, വേറെ ഒരു ബാങ്കും പറയുന്നില്ല. ഇനി ഡെബിറ്റ് സൈഡിൽ പറയേണ്ട ഒരു ബാങ്ക്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ്, ഈ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് റിയലൈസേഷൻ എന്നും പറഞ്ഞ് എഴുതണം. എമൗണ്ട് എത്രയാണ്, 65,500 നമ്മൾ റിയലൈസേഷൻ എന്നും പറഞ്ഞ് എൻ്റർ ചെയ്തു. ഇനി വേറൊരു ബാങ്കും കൂടി ഉണ്ടല്ലോ, അതിന് നമ്മളും വീണ്ടും എന്ത് എഴുതണം, റിയലൈസേഷൻ എക്സ്പെൻസ് 2,500. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലെ ഈ ബാങ്കിനെ എഴുതി, ഈ രണ്ട് ബാങ്കിനെ എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി അതിന് ശേഷം നമ്മൾ തൊട്ട് താഴെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വന്നിട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ ബാലൻസ് ബാങ്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെയും ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡ്, അവിടെ നമ്മൾ എന്തും പറഞ്ഞു എഴുതണം. ബാങ്കിൻ്റെ ഉള്ളിൽ ബാങ്ക് എഴുതാൻ പാടില്ല. ഇത് ഏത് അക്കൗണ്ടിലാണ് വരുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ അലക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 62,250, ഫെലിക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 62,250 എൻ്റർ ചെയ്യണം. അപ്പോൾ ഇനി വേറെ ബാങ്ക് ഒന്നും പറയുന്നില്ല. ഈ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം ശരിയാവുകയുള്ളൂ. ക്ലിയർ ആയല്ല. എളുപ്പമാണ് ബാങ്ക് അക്കൗണ്ട്, കാരണം ഈ ഒരു ബാലൻസ് ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. പിന്നെ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വല്ല ബാങ്ക് ഉണ്ടോ എന്ന് നോക്കാം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയലൈസേഷൻ കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് ഉണ്ടോ എന്ന് നോക്കാം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്യാപിറ്റലിന് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണം. ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള മാതൃകയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ റൂൾസ് പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടത് 8 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ട ഏറ്റവും എളുപ്പ വഴിയാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.